ഒരു സർപ്രൈസ് പോലെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നായകന്മാരെ എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പാട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം ഈ ഗാനം പുറത്തുവിട്ടപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു സോങ് ആണെന്ന് പറയുകയും ചെയ്തു. ഈ സോങ്ങിനെ കുറിച്ച് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യമായി ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ സ്ഥലത്ത് നിങ്ങളുടെ ഹെഡ്ഫോൺ ഓണാക്കി നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ഇത് കേൾക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കും. അത്ര ശുദ്ധമായ ഉദ്ദേശത്തോടെയാണ് അമൃത് ഈ ഗാനം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരും കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസൻ ഈ പാട്ടിനൊപ്പം എത്തിയിരുന്നു. വിനീത് പറഞ്ഞതുപോലെ തന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. അതിനൊപ്പം തന്നെ ഞെട്ടിച്ചത് ഈ പാട്ടിലെത്തിയ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനുമാണ്. അവരുടെ ഗംഭീരമായ ചില സീനുകൾ ഉൾപ്പെടുത്തിയാണ് ഈ പാട്ട് എത്തിയിരിക്കുന്നതും. ഒപ്പം അമൃത് രാംനാഥിന്റെ ആ വോയിസും ആ ഗാനവും ഒക്കെ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുതിയ ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിലെ പുതിയ പാട്ട് പുറത്തു വന്നു. ജ്ഞാപകം എന്ന് തുടങ്ങുന്ന പാട്ട് തമിഴിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങളാണ് പാട്ടിൽ പ്രധാനമായും കാണിക്കുന്നത്. അമൃത് രാംനാഥ് ഈണം നൽകിയ പാട്ട് അമൃതും സിന്ദൂര ജിഷ്ണുവും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ബോംബെ ജയശ്രീയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഏതാനും യുവാക്കളുടെ സൗഹൃദവും സിനിമാ സ്വപ്നങ്ങളും ചേർത്തൊരുക്കിയ വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 റിലീസ് ചെയ്യുകയാണ്. ആ സൗഹൃദങ്ങളെ കുറിച്ച് പറയുന്ന ഗാനം തന്നെ, ഒപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഗാനവും. പ്രണവിന്റെയും ധ്യാനിന്റെയും സൗഹൃദം അത്രയ്ക്ക് ഡീപ്പാണ് ഈ ചിത്രത്തിൽ എന്ന് കാണിക്കുക തന്നെ ചെയ്യുകയാണ് ഈ പാട്ടിലെ രംഗങ്ങളും. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന പ്രണവും ധ്യാനും ശരിക്കും ഗംഭീര നിമിഷങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ മാനറിസങ്ങൾ ശരിക്കും ഒപ്പിയെടുത്ത പോലെ ഒക്കെ തോന്നുന്നുണ്ട് പ്രണവിന്റെ ഓരോ ചലനങ്ങളും. നേരത്തെ വിനീതിനോട് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ചോദിക്കുകയുണ്ടായി. മോഹൻലാലിനെ പോലെ തന്നെ ഉണ്ടല്ലോ പ്രണവ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ എന്തായാലും അവന്റെ അച്ഛനല്ലേ, ആ മാനറിസങ്ങൾ എന്തായാലും മക്കൾക്കുണ്ടാകുമല്ലോ. പക്ഷേ ഈ ചിത്രത്തിന് വേണ്ടി ഞങ്ങൾ കൺട്രോൾ ചെയ്തിട്ടില്ല പ്രണവിനെ എന്നതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു മോഹൻലാൽ വെർഷനെ തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണാൻ പോകുന്നത് എന്നത് മറ്റൊരു കൗതുകം. മറ്റ് സിനിമകളിൽ മോഹൻലാലിന്റെ മാനറിസങ്ങൾ കൊണ്ടുവരാൻ ചില ഭാഗങ്ങളിൽ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും പ്രണവ് മോഹൻലാലിനെ കാണിക്കാനാണ് അവർ നോക്കിയത്. പക്ഷേ ഇതിൽ പ്രണവിനെ കൂടുതൽ കൺട്രോൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മോഹൻലാൽ മാനറിസങ്ങൾ കൂടുതൽ കാണാൻ കഴിയും എന്നത് വ്യക്തവുമാണ്. അത് പുറത്തു വന്ന ഗാനങ്ങളിലും ടീസർ, ട്രെയിലർ എന്നിവകളിലും നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചു. ഇമോഷണൽ സീനുകൾ കുറവാണ് നമ്മൾ പ്രണവ് മോഹൻലാലിൽ നിന്നും കണ്ടിട്ടുള്ളത്. അത് ഈ ചിത്രത്തിൽ വരുമ്പോൾ നമ്മൾ ഇതിൽ കണ്ടപ്പോൾ ശരിക്കും അതിശയിപ്പിക്കുന്ന നിമിഷങ്ങളായി മാറി. ചിത്രത്തിൽ പ്രണവിനും ധ്യാനുമൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കൂടാതെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഈ 3 പേരുടെ പേരുകളാണ് കൂടുതലായും വിനീത് ശ്രീനിവാസൻ എടുത്തു പറഞ്ഞിട്ടുള്ളതും. ധ്യാനും പ്രണവും നിവിൻ പോളിയും. ഇവരുടെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിൽ കാണാമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഈ ഗാനത്തിലൂടെ ഒരു ഇമോഷണൽ സീൻ രണ്ടുപേരെയും കണ്ടപ്പോൾ ശരിക്കും നമ്മളെ അതിശയപ്പെടുത്തിയിട്ടുണ്ട് ഇവരൊക്കെ. കൂടുതലും പ്രണവ് മോഹൻലാലിനെ തന്നെയാണ് അവർ എടുത്തു പറയുന്നതും. ഇതിനൊപ്പം തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കേണ്ടതായിരുന്നു. പാട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഗംഭീരമായി സ്വീകരിക്കപ്പെട്ടു എന്നതാണ് മറ്റൊരു കൗതുകം. അതിനൊപ്പം തന്നെ ഓരോ പ്രേക്ഷകരും ഓരോ നടന്മാരെ കുറിച്ചും പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. നടന്മാർ എന്ന് പറയുമ്പോൾ ഇതിൽ ധ്യാനും പ്രണവ് മോഹൻലാലും മാത്രമല്ലേ ഉള്ളൂ. ധ്യാന്റെ കണ്ണുകൾ നോക്ക്, എന്ത് രസമാണ്. അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് മാറാൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. പടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ധ്യാൻ, പ്രണവ്, നിവിൻ, വിനീത് എന്നിവരെ എടുത്തു പറഞ്ഞുകൊണ്ട് പലരും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. വിനീതേട്ടൻ പറഞ്ഞതുപോലെ പ്രണവിന്റെ കണ്ണിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, അതിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് അഭിപ്രായങ്ങൾ. ആ BGMനൊപ്പം പ്രണവിന്റെ ഫേസ് കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളെ അതിശയിപ്പിക്കുന്ന ചില മാനറിസങ്ങൾ ആ മുഖത്ത് കാണാൻ കഴിയുന്നു എന്നതൊക്കെയാണ് അവർ എടുത്തു പറയുന്നത്. ഇമോഷണലി ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇതെന്നവർ എടുത്തു പറയുന്നു. എഴുതി വച്ചോ, ഈ പടം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് അധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നതവർ എടുത്തു പറയുകയാണ്. എന്തായാലും വിനീത് പറഞ്ഞതുപോലെ കണ്ണടച്ച് ഇയർഫോൺ വെച്ച് കേട്ടു നോക്കിയാൽ കിട്ടുന്ന ഫീല് ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഈ പാട്ടിന് പ്രശംസകളുമായി എത്തിയിരിക്കുകയാണ്. മലയാളത്തിൽ എന്നതുപോലെ തന്നെ തമിഴിലും സൂപ്പർ ഹിറ്റായി മാറും ഈ ഗാനം എന്നതിൽ സംശയമൊന്നുമില്ല. വെറും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ലക്ഷങ്ങളുടെ വ്യൂകളാണ് ഈ പാട്ടിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഗാനത്തിന്റെ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമൊന്നുമില്ല.